ഹലോ ഹൈ ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. പേജ് നമ്പർ 21 അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 3 അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ഫിഗർ ABCDE is a pentagon with all sides of same length and all angles of same size. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ABCD എന്ന് പറയുന്നത് ഒരു പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താ, 5 സൈഡഡ് ഫിഗറിനെയാണ് പെൻറ്റഗൺ എന്ന് പറയുക. ഈ പെൻറ്റഗൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത്തും ഈക്വൽ ആണ്. AB, BC, CD, DE, AE ഒക്കെ ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിൾസും സൈസ് സെയിം ആണ്. ആംഗിൾസിൻ്റെ സൈസും സെയിം ആണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ദ സൈഡ്സ് AB ആൻഡ് AE എക്സ്റ്റെൻഡഡ്. ABയും അതുപോലെ AEയും എക്സ്റ്റെൻഡഡ്, ഒന്നിങ്ങനെ കുറച്ച് നീട്ടിയിട്ട് അറ്റ് P ആൻഡ് Q, P Qയിലേക്കും ഒന്ന് എക്സ്റ്റെൻഡഡ് മീൻ ദ സൈഡ് CD എക്സ്റ്റെൻഡഡ് അറ്റ് P ആൻഡ് Q. അതുപോലെ തന്നെ AB എക്സ്റ്റെൻഡ് ചെയ്തു, അതുപോലെ തന്നെ CDയും രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഒരു സൈഡിൽ Pയും ഒരു സൈഡിൽ Q ആയി. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ BPC ആൻഡ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ EQD ആർ ഈക്വൽ. അത് ഈക്വൽ ആണോ എന്നാണ്, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വൈ, എന്തുകൊണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ആർ ദ സൈഡ്സ് ഓഫ് AP ആൻഡ് AQ ഓഫ് ട്രയാങ്കിൾ APQ. APQൻ്റെ AP എന്നുള്ള സൈഡും AQ എന്നുള്ള പറയുന്ന സൈഡും ഈക്വൽ ആണോ എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം ചെയ്തത് നമ്മൾ ട്രയാങ്കിൾസ് കോർഡിനേറ്ററിനെ കുറിച്ചൊക്കെ ചെയ്തു. ഇനി നമുക്ക് പെൻറ്റഗണിൻ്റെ ഒരു പ്രോബ്ലം ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് ഈക്വൽ ആണോ, സൈഡ്സ് ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിനെ എടുക്കുകയാണ്. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ BPC ആൻഡ് ട്രയാങ്കിൾ EQD എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഇനി ഈ ട്രയാങ്കിൾസിന്റെ ഓരോരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. BC ഈക്വൽ ടു ED. എന്തുകൊണ്ടാണ് BC ഈക്വൽ ടു ED എന്ന് പറയുന്നത്? അത് പെൻറ്റഗണിന്റെ ഒരു സൈഡാണ്. പെൻറ്റഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, BC ഈക്വൽ ടു ED എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സൈഡിന്റെ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയായിരുന്നു ആൾട്ടർനേറ്റീവ് രീതി ആംഗിൾസ് ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമേ വരുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പം നമുക്കിവിടെ BC അതുപോലെ തന്നെ ED ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു ആംഗിള്, എല്ലാ ആംഗിൾസും പെൻറ്റഗണിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പം ആംഗിൾ A X ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ Bയും X ആവുമല്ലോ, C X ആവും, D X ആവും, അതുപോലെ തന്നെ Eയും X എന്ന് പറയാം. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ PBC എന്ന് പറയുന്നത്, ആംഗിൾ PBC ഈക്വൽ ടു എനിക്ക് പറഞ്ഞുകൂടാ 180 ഡിഗ്രി മൈനസ് എക്സ്. എങ്ങനെയാണ് അത് പറയാൻ പറ്റുക 180 - X എന്ന്? ഇതൊരു ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഒരു ലൈൻ ഡ്രോ ചെയ്തു, അതിനെ കൂടെ വേറെ ലൈൻ കട്ട് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആവും. അതിനെയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുക. അപ്പോൾ ആംഗിൾ PBC ഈക്വൽ ടു 180 - X എന്ന് പറയാലോ അല്ലേ. ആംഗിൾ PBC ഈക്വൽ ടു ഇത് രണ്ടും കൂടി 180 - X എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ആംഗിൾ QED ഈക്വൽ ടു 180 - X എന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ QED ഈക്വൽ ടു 180 - X അല്ലേ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ ഒരു സൈഡിൻ്റെ ഈ ആംഗിള് ഈക്വൽ ആയി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റുമല്ലോ, ആംഗിൾ PCB ഈക്വൽ ടു ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180. അപ്പോൾ 180 ഡിഗ്രി മൈനസ് എക്സ് പറയാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് പറയാലോ, ആംഗിൾ QDE ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എക്സ് അങ്ങനെ നമുക്ക് പറയാലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൂടെ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇതിൽ എഴുതാൻ പറ്റും, ആംഗിൾ PBC ഈക്വൽ ടു ആംഗിൾ QED അല്ലേ. അങ്ങനെ എഴുതിയൂടെ, ആംഗിൾ PBC ഈക്വൽ ടു ആംഗിൾ QED എഴുതാലോ.
ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഈക്വൽ ടു നമുക്ക് 180 മൈനസ് 180 ഡിഗ്രി മൈനസ് എക്സ് ലീനിയർ പെയർ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ പി സി ബി ഈക്വൽ ടു ആംഗിൾ ക്യു ഡി ഇ. ഇതുപോലെ തന്നെ 180 ഡിഗ്രി മൈനസ് എക്സ് ലീനിയർ പെയർ. ഇവിടെ അതിന് മുന്നേ എക്സ് എന്താന്ന് എഴുതണം കേട്ടോ. ലെറ്റ് എക്സ് ബി ദി ആംഗിൾ ഓഫ് പെന്റഗൺ. പെന്റഗന്റെ ആംഗിളിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് സൈഡ്സിന്റെ എൻഡിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു സൈഡും അതിന്റെ അതിന്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? തേർഡ് ആംഗിൾ ഈക്വൽ ആണ്. അതേപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അത് നമ്മുടെ റൂളാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അപ്പോൾ ചോദിച്ചിരിക്കുന്നത്? ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore sides of triangle BPC equal to sides of triangle EQD. എന്തുകൊണ്ടാണ് നമുക്ക് എങ്ങനെയാണ് റീസൺ ആയിട്ട് പറയാൻ പറ്റുന്നത്? റീസൺ എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഇഫ് റൂൾ എഴുതാം. ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ആംഗിൾസ് at its end are equal to, പിന്നെ അതിന്റെ റൂൾ അതുപോലെ തന്നെ എഴുതാം. are equal to one side of another triangle and angles at its end, then the third angle and the sides of the and other two sides of the triangles are also equal. അത് ആ റൂള് അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കപ്പോൾ അടുത്ത സെക്ഷൻ ചെയ്യാം. ആർ ദ സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യു ഓഫ് എ പി ക്യു ഈക്വൽ. ഇനി എന്താ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? ട്രയാങ്കിൾ എ പി ക്യൂവിലത്തെ, അതായത് ട്രയാങ്കിൾ എ പി ക്യൂവിലത്തെ സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ സൈഡ് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എ പി ഈക്വൽ ടു എ ക്യു ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ എ പി എന്ന് പറയുന്നത് ഏതൊക്കെ കൂടി ആഡ് ചെയ്യുന്നതാണ്? എ പി എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി പി അല്ലെ? എ ബിയും ബി പിയും കൂടി ആഡ് ചെയ്യുന്നതാണ് നമുക്ക് എ പി എന്ന് പറയുന്നത്. എ പി ഈക്വൽ ടു എ ബി പ്ലസ് പി ക്യു അല്ലെ? ഇനി അതേപോലെ തന്നെ നമുക്ക് വേറെ ഏത് സൈഡാണ്? എ ക്യൂയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എ ക്യു ഈക്വൽ ടു ഏതൊക്കെ കൂടി ആഡ് ചെയ്താലാണ്? എ ഇ പ്ലസ് ഇ ക്യു. എ ഇ പ്ലസ് ഇ ക്യു. ഇത് കിട്ടിയല്ലോ. ഇനി എന്താണ് ഇനി നമുക്കുള്ളത്? എ ബി ഈക്വൽ ടു എ ഇ. എന്തുകൊണ്ടാണ് എ ബി ഈക്വൽ ടു എ ഇ എന്ന് പറയുന്നത്? എ ബി ഈക്വൽ ടു എ ഇ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അവർ തന്നിട്ടുണ്ട് സൈഡ്സ് ഓഫ് ദി പെന്റഗൺ ഈക്വൽ ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി ഈക്വൽ ടു എ ഇ. അപ്പോൾ നമുക്ക് ഗിവൺ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? ബി പി ഈക്വൽ ടു ഇ ക്യു. എങ്ങനെയാണ് ബി പി ഈക്വൽ ടു ഇ ക്യു എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ് അല്ലേ? സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ആണ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി പി ഈക്വൽ ടു ഇ ക്യു. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആകുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ ആണ് എന്ത് എന്ന് പറയുന്നത്? ഇ ക്യൂവും അതുപോലെ തന്നെ നമ്മുടെ ബി പിയും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കത് എഴുതാൻ പറ്റുക? ഇതിൽ തന്നെ കൊടുക്കാം. എ ബി ഈക്വൽ ടു ഒന്നും കൂടി എഴുതാം. എ പി ഈക്വൽ ടു എ ബി പ്ലസ് പി ക്യു എന്ന് നമ്മൾ ഒന്നും കൂടി എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? എ ബി എന്ന് പറയുന്നത് എന്താണ്?
നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബിക്ക് പകരം എ ഇ പ്ലസ് ബി പി ക്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ക്യൂ അല്ല, എ ബി പ്ലസ് പി ബി. പി ക്യൂ അല്ല, പി ബി ആണ് കേട്ടോ, പി ബി. ഓക്കെ, അപ്പോൾ പി ക്യൂക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ക്യൂ എന്ന് പറയുന്നത് അല്ല, പി ക്യൂ അല്ല, ഇവിടെ പി ബി ആണ് വരാം. അപ്പോൾ പി ബിക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? ഇ ക്യൂ എന്ന് പറയാൻ പറ്റും അല്ലേ? ഈ എ ബി പ്ലസ് ഇ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂ ആണ്, ഈക്വൽ ടു എ ക്യൂ. therefore എ പി ഈക്വൽ ടു എ ക്യൂ അല്ലേ? അതല്ല ചോദിച്ചിരിക്കുന്നത്, സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യൂ ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. therefore എ പി ഈക്വൽ ടു എ ക്യൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ബൈ.